Good morning, y'all. അഞ്ചാം സെമസ്റ്ററിലെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എന്ന സബ്ജക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇതൊരു തിയറി സബ്ജക്റ്റ് ആണ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഇത് ഈസിയാണ്. നിങ്ങളിപ്പോൾ പഠിച്ചു വരുന്ന ഇലക്ട്രിക്കൽ റിലേറ്റഡ് കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പേപ്പറിൽ കാണില്ല. ഈ ഒരു പേപ്പറിൽ മെയിനായിട്ടും നമ്മളൊരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ഫേമിലോ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങനെ അവിടെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു സേഫ്റ്റി എങ്ങനെ നമ്മൾ എൻഷുർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു പേപ്പറിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് കൂടെ എടുക്കുക. ജസ്റ്റ് നിങ്ങൾ ലെക്ചർ നോട്ട്സും കൂടെ ഫസ്റ്റ് തന്നെ തയ്യാറാക്കി പോവുക. ഇതിൻ്റെ ഈ ഒരു ടോട്ടൽ വീഡിയോയുടെ നോട്ട് ഫുൾ നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ first of all, we can go through the syllabus overview. So this syllabus is divided into 4 modules. So coming to the first module, in the first module you are going through the principles of management as well as human resource management, the wages and incentives. So coming to the module 2, you will be dealing with the quality planning and its development, the material and sales management. So in module 3, you will be handling with project management techniques as well as quantitative techniques. In this module 3, you will be having numerical problems. Okay, in other modules 1, 2 and 4, it's completely theory part. So at last in module 4, you will be studying this industrial safety as well as the entrepreneurship. Okay, so your syllabus is divided into 4 modules just like this. So let's go to the topic, the various principles of management. So first of all, let's go through the introduction. So എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്നുള്ളത് നമ്മൾ എന്താണ് സ്ഥിരമായി ഡെയിലി ലൈഫിൽ പല മേഖലകളിലും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ്. മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഉദാഹരണത്തിന് നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. അച്ഛൻ, അമ്മ, മക്കൾ ഉള്ള ഒരു കുടുംബം നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, അതിൽ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? അച്ഛനായിരിക്കും. അമ്മമാർ മാനേജ് ചെയ്യുന്ന പല കാര്യങ്ങൾ കാണും. ടെക്നോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ലേറ്റസ്റ്റ് ടെക്നോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ പേയ്മെന്റ്, വല്ല കറണ്ട് ചാർജോ വാട്ടർ ചാർജോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നത് ചിലപ്പോൾ മക്കളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സൽ ഫിനോമിനൻ ആണ്. എല്ലായിടത്തും മാനേജ്മെന്റ് ഉണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ മാനേജ്മെന്റ് എന്ന ടേം എല്ലാ മേഖലകളിലും ഉണ്ട്. ഇറ്റ്സ് എവരിവെയർ, ഹൗസസ്, സോഷ്യൽ ഫങ്ഷൻസ്, സ്കൂൾസ് എക്സെട്ര. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. സോ കമ്മിങ് ടു ആൻ ഇൻഡസ്ട്രി, പ്രൊഡക്ടിവിറ്റി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ ക്വാളിറ്റി ഓഫ് മാനേജ്മെന്റ്. ഒരു നല്ല മാനേജ്മെന്റ് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഇൻഡസ്ട്രിയിൽ എന്ത് സാധ്യമാകൂ? പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കൂ. അതുപോലെ തന്നെ കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അത് നിറവേറ്റുന്ന പ്രോഡക്ട്സ് വിപണിയിൽ എത്തിക്കാനും സാധിക്കും. ഓക്കെ, സോ കമ്മിങ് ടു ദ മീനിങ് ഓഫ് മാനേജ്മെന്റ്, സിംപ്ലി വി ക്യാൻ സേ എന്താണ്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അതായത് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ മാനേജ്മെന്റിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ്. മറ്റൊരാളിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ഓക്കെ, നമ്മളൊരു ഇൻഡസ്ട്രിയൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ എങ്ങനെ പറയാം? ഇൻ ഇൻഡസ്ട്രിയൽ പോയിന്റ് ഓഫ് വ്യൂ, ഇറ്റ് ഈസ് മാനേജിങ് മെൻ ടു അറ്റൈൻ കമ്പനി ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ്. ഇപ്പോൾ കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് എന്തായിരിക്കും? ഒബ്ജക്റ്റീവ്സ് കാണും, ഒരു ടാർഗറ്റ് കാണും. ഒരു ഇത്ര മാസം കൊണ്ട് ഇത്ര രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കണം. സോ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണമെങ്കിൽ വെറുതെ ഇരുന്നാൽ പറ്റുമോ? അവിടെ ഉള്ള വർക്കേഴ്സിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് എന്ത് ചെയ്യുക? ഈ ഒരു കമ്പനി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾസ് അറ്റൈൻ ചെയ്യുക. ഇതാണ് ഒരു ഇൻഡസ്ട്രിയൽ പോയിന്റ് ഓഫ് വ്യൂവിൽ സിമ്പിളായിട്ട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് ഡെഫിനിഷനും, അതായത് ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണ്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ഓക്കെ, അതുപോലെ എന്താണ്? മാനേജിങ് മെൻ ഓർ വർക്കേഴ്സ് ടു അറ്റൈൻ കമ്പനി ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ്. ഈ രണ്ട് ഡെഫിനിഷനും എന്താണ്? വളരെ നാരോ ആണ്. മാത്രമല്ല
ഇത് ഒട്ടും ക്ലിയറുമല്ല. Okay, it's very vague. So we can go through some wide meaning of management in a wider sense. Okay, so meaning of management in a wide sense. So actually management is the process of managing men, money, materials, machinery, market and methods. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ men, money, materials, machinery, market and methods, ഈ 6 കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതിനെയാണ് പ്രധാനമായും എന്താണ് ഒരു ഇൻഡസ്ട്രിയിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ പറഞ്ഞ വാക്കുകളെല്ലാം എന്താണ് എം എന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് 6 M's. സോ the meaning of management in a wider sense means the management of these 6 M's. Okay, so the next thing, so നമ്മളിപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ആരെ മാനേജ് ചെയ്യുന്നതായിരിക്കും പാട്? കാര്യം ഇപ്പോൾ നമ്മളൊരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനും സാധ്യതയുള്ളത് ഈ പറഞ്ഞതിൽ ആരാണ്? വർക്കേഴ്സ് അല്ലെങ്കിൽ മെൻ അല്ലേ? സോ മാനേജിങ് മെൻ is the most important factor among this type of management. Okay, so in a wider sense we can say management is an art of getting things done. അതായത് ഒരാളെ നമ്മൾ എന്താണ് ഒരു കാര്യം ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ഒരു സ്കില്ലിനെയാണ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം മറ്റൊരു ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ആ ഒരു സ്കിൽ, അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ മാനേജ്മെന്റിനെ നമ്മൾ എങ്ങനെ എന്തൊക്കെയായിട്ട് കൺസിഡർ ചെയ്യാം? അതിനെ നമുക്ക് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനൊരു സ്റ്റാർട്ടിങ്ങും കാണും, അതുപോലെ എന്താണ് അതിനൊരു എൻഡിങ്ങും കാണും. ഓക്കെ, അതുപോലെ തന്നെ അതിനെ നമുക്കൊരു ആക്ടിവിറ്റി ആയിട്ട് വേണമെങ്കിൽ കാണാം മാനേജ്മെന്റിനെ. അതുപോലെ മാനേജ്മെന്റിനെ എന്തായി കാണാം? ഒരു ഡിസിപ്ലിൻ ആയിട്ട് കാണാം. ഡിസിപ്ലിൻ അല്ലെങ്കിൽ സബ്ജക്റ്റ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? എന്ത് സബ്ജക്റ്റ് ആണ്? മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ MBA ആണ് പഠിക്കുന്നത് അല്ലെങ്കിൽ BBA ആണ് പഠിക്കുന്നത്. സോ മാനേജ്മെന്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ഡിസിപ്ലിൻ ഓൾസോ. ആൻഡ് ലാസ്റ്റ് വൺ, ആസ് എ ഗ്രൂപ്പ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരാളുടെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു കാര്യം അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യാം? അതേ കാര്യം തന്നെ ഒരു ഗ്രൂപ്പ് ആളുകളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിച്ചൂടെ? സോ അതും എന്താണ്? ഒരു മാനേജ്മെന്റ് തന്നെയാണ്, അല്ലേ? So this is F.W. Taylor. He is a scientist. F.W. means Frederick Winslow Taylor. Okay, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ കേസ് പറഞ്ഞു, മാനേജിങ്ങിന്റെ കാര്യം. നമ്മുടെ ഒരു വീടിന്റെ എക്സാമ്പിൾ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ അമ്മമാർ ചെയ്യുന്നു, മക്കളും അവരുടേതായ രീതിയിൽ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു. പക്ഷെ ഈ രീതിക്കുള്ളൊരു പ്രശ്നമൊന്നല്ല. ഈ രീതി എന്ന് പറയുന്നത് എന്താണ്? ഇതാരും നമ്മൾ ഈ കാര്യങ്ങളോ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസോ ഒന്നും തന്നെ പഠിക്കാതെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പല മേഖലയിൽ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ F.W. ടൈലർ എന്ന ഈ ഒരു സയന്റിസ്റ്റ്, ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പരമ്പരാഗതമായി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് രീതികൾ പോരാ, ഈ മെത്തേഡ്സിൽ സയന്റിഫിക് ടെക്നിക്സും കൂടെ, സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ആദ്യമായി പറഞ്ഞ സയന്റിസ്റ്റ് ആണ് F.W. ടൈലർ. ഓക്കെ, F.W. ടൈലർ, അതായത് ഫെഡറിക് വിൻസ്ലോ ടൈലർ. സോ എന്തിപ്പോൾ പഠിച്ചു? ഇപ്പോഴ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നൊരു ടേം കൂടെ വന്നു. അതായത് സാധാരണ രീതിയിലുള്ള കൺവെൻഷണൽ മാനേജ്മെന്റ് രീതികൾ പോരാ, അതിൽ സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്സും കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞത് F.W. ടൈലർ ആണ്. സോ ഹി ഈസ് നോൺ ആസ് the father of scientific management. F.W. Taylor is known as the father of scientific management. Okay, so അദ്ദേഹം എന്തൊക്കെ രീതികളാണ് ഇതിൽ കൊണ്ടുവന്നതെന്ന് നോക്കാം. അതായത് പഴയ രീതികളുണ്ടല്ലോ മാനേജ്മെന്റിന്റെ, ആ രീതികളിൽ F.W. ടൈലർ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് വരുത്തി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. He used scientific methods in decision making process for solving management problems. അതായത് ഈ മാനേജ്മെന്റിൽ എന്തൊക്കെയാണ്? ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അതിന് ഡിസിഷൻ മേക്കിംഗ് എന്നൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മാനേജ്മെന്റ് ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. ഓക്കെ,
So the next thing is consisting of observing and analyzing each task. Okay. സോ ഫസ്റ്റ് എന്ത് ചെയ്തു, സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നു. അടുത്ത ഫേസ് എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒബ്സർവിങ് ആൻഡ് അനലൈസിങ് ഈച്ച് ടാസ്ക്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവിടെയുള്ള പല പല ജോലികൾ കാണും. ഈ ജോലികളെ വളരെ വിശദമായി ഒബ്സർവ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഇതിൻ്റെ ഓരോ ഫാക്ടേഴ്സ്, ഈ ജോലിയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് വർക്ക്. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ജോലി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ജോലി ചെയ്യാൻ 1 മണിക്കൂർ സമയം വേണം. ഓക്കെ, ഈ ഒരു ജോലി ചെയ്യാൻ 1 മണിക്കൂർ സമയം വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരു വർക്കർ വരുമ്പോൾ ആ ഒരു വർക്കർ ജോലി ചെയ്യുമ്പോൾ 1 മണിക്കൂറിനേക്കാളും സമയം എടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ ഒരു വർക്കർ എഫിഷ്യൻ്റ് ആണോ അല്ലേ? ആ വർക്കർ എഫിഷ്യൻ്റ് അല്ല. ഓക്കെ, സോ നമ്മൾ ഈ ഒരു രീതിയിൽ, അതായത് ഒരു ജോലി ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ജോലി ചെയ്യാനുള്ള സമയം എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു സമയത്തേക്കാളും കൂടുതൽ സമയം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ ഒരു ജോലി ഒട്ടും തന്നെ പ്രൊഡക്റ്റീവ് അല്ല. അതെന്താണ്, എഫിഷ്യൻസിയിൽ ഒരുപാട് കുറവ് വരുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, സെലക്ടിങ് ആൻഡ് ട്രെയിനിങ് മെൻ ടു പെർഫോം ദെയർ ജോബ്. അതായത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ വർക്കേഴ്സിനെ എടുക്കുന്നതിനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് സെലക്ടിങ് ആൻഡ് ട്രെയിനിങ്. ഈ സെലക്ടിങ് ആൻഡ് ട്രെയിനിങ്ങിന് ഒരു ഒറ്റ വാക്കുകൊണ്ട് എന്താണ്, റിക്രൂട്ടിങ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞ് ഓരോ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയെല്ലാം വരുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് എന്നൊരു വാക്കായിരിക്കും വരുന്നത്. So what is recruitment? It is selecting and training. So how they are selected? So they are selected by using what, some competitive exams or based on their academic performance. Okay, based on some competitive exams or some academic performance, these people will be selected. Okay, ഇവരെ സെലക്ട് ചെയ്താൽ മാത്രം മതിയോ? എന്ത് ചെയ്യണം, ഈ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ്, ഈ ജോലിയെ പറ്റി യാതൊരു കാര്യവും അറിയില്ലായിരിക്കും. അവർ ജസ്റ്റ് ആ ഒരു പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അവരെന്ത് ചെയ്യണം, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. എന്തിനാണ്, അവരെ ഈ ഏത് ജോബാണോ അവർ ഈ കമ്പനിയിൽ ചെയ്യേണ്ടത് ആ ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ സെലക്ടിങ് ആൻഡ് ട്രെയിനിങ് മീൻസ് റിക്രൂട്ടിങ് മെൻ ടു പെർഫോം ദെയർ ജോബ്. നെക്സ്റ്റ് വൺ, എൻഷുറിങ് ദാറ്റ് വർക്ക് ഈസ് ഡൺ ഇൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മാനർ. അപ്പം അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ ജോലിയായിട്ട് വിശദമായി ഒബ്സർവ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു. അത് ചെയ്യാനുള്ള സമയം കണ്ടുപിടിക്കുന്നു. ആ സമയത്തേക്കാളും കൂടുതൽ സമയം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു എഫിഷ്യൻറ്റ് മാനർ അല്ല. ആ ഒരു സമയത്തിന് തന്നെ തീർക്കുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, എന്താണ്, ജോലി വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കും. ഓക്കെ, സോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് എന്താണ്, FW ടൈലർ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. ഓക്കെ, സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി എന്താണ്, സയൻറ്റിഫിക് ടെക്നിക്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ FW ടൈലർ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത്. ഓക്കെ, സോ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് FW ടൈലർ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പബ്ലിക് പരീക്ഷയൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് FW ടൈലർ. അതായത് ഈ ഒരു പഴയ മാനേജ്മെൻറ്റ് രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണ്, FW ടൈലറുടെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ, ഡെവലപ്പ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്രേക്കിംഗ് ദ ടാസ്ക് ഇൻ ടു എലമെൻറ്റ്സ് ഫോർ ടൈമിംഗ് ദ സെയിം. സോ അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, റോ മെറ്റീരിയൽസ് ആയിരിക്കും. കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രി, ഓക്കെ, റോ മെറ്റീരിയൽസ് ആയിരിക്കും അവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്തായിരിക്കും, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിരിക്കും അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഫ്രം ദിസ് റോ മെറ്റീരിയൽസ് ടു ഫിനിഷ് പ്രോഡക്ട്സ് ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് ആ ഒരു കമ്പനിക്കകത്ത്. ഓക്കെ, സോ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടോട്ടൽ പ്രോസസ്സ്, അതായത് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ഈ ഒരു ടോട്ടൽ പ്രൊസീജിയറിനെ എന്ത് ചെയ്യും, ഒരുപാട് ഈ ഒരു ടോട്ടൽ
പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് കുറെ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ടോട്ടൽ പ്രൊസീജിയറിനെ ഒരുപാട് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിൽ ഓരോ പാർട്ടും എത്ര സമയം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് വൺ, കണ്ടക്റ്റഡ് ടൈം സ്റ്റഡി ടു റെക്കഗ്നൈസ് ദ ലോസസ് ഓഫ് എഫിഷ്യൻസി. സോ ഇങ്ങനൊരു ടൈം സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ നോക്കും, എവിടെയാണ് നമ്മുടെ എഫിഷ്യൻസിയിൽ ലോസ് വരുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. ഓക്കെ. നെക്സ്റ്റ് വൺ, he defines a fair day's task and undertook studies on fatigue incurred to a worker and the time necessary to complete a task. Okay, so അപ്പോൾ FW ടൈലർ എന്താണ് ചെയ്തത്, he defines a fair day's task. fair day's task എന്ന് വെച്ചാൽ എന്താണ്, ഒരു ദിവസം, ഒരു നന്നായി ജോലി നടന്ന ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസത്തെ കൺസിഡർ ചെയ്യുന്നു. നന്നായി ജോലി നടന്ന ദിവസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ഇൻഡസ്ട്രിയിൽ എന്താണ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ അന്നത്തെ ദിവസം കറണ്ട് പോയിട്ടില്ല എന്ന് വിചാരിക്കുക, പവർ ഔട്ടേജ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. സോ എന്താണ്, ഫുൾ ടൈം മെഷീൻസ് എല്ലാം വർക്കിംഗ് ആയിരുന്നു. അതൊരു കണ്ടീഷൻ ആവാം ഫെയർ ഡേയ്സ് ടാസ്ക് എന്ന് പറയുമ്പോൾ. പിന്നെ ഒരു കണ്ടീഷൻ എന്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് വർക്കേഴ്സിന്റെ സ്ട്രൈക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാ വർക്കേഴ്സും ജോലി ചെയ്തു, വേറെ അങ്ങനെ ആൾക്കാരെ ലീവ് ഒന്നും എടുത്തില്ല, എല്ലാ വർക്കേഴ്സും ഉണ്ടായിരുന്നു, ഫുൾ ടൈം ആ എന്താണ് ഇൻഡസ്ട്രി വർക്ക് ചെയ്തു. അങ്ങനെ ഒരു ദിവസം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ. ആ ഒരു ദിവസം കൺസിഡർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അതിലെ ഓരോ ടാസ്കിനും വേണ്ട സമയം എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കും. ഈ ഓരോ ജോലിയും ചെയ്യാൻ എത്ര സമയം ആവശ്യമുണ്ട്, ഈ ഒരു കാര്യം കണ്ടുപിടിക്കും. അതുപോലെ തന്നെ എന്തും കണ്ടുപിടിക്കും, he undertook studies on fatigue incurred to the worker. അതായത് ഈ ജോലി ചെയ്യുന്നതിലൂടെ വർക്കേഴ്സ് എത്രത്തോളം ക്ഷീണിതരാകുന്നു എന്ന കാര്യം കൂടി കൺസിഡർ ചെയ്യും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത്, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നൊരു കൺസെപ്റ്റ് ഒക്കെ വന്നത് ഈ ഒരു കൺസെപ്റ്റിനെ ബേസ്, ഈ ഒരു കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, he evolved principles of investigating a work on scientific basis. We already discussed about that he introduced scientific techniques to the conventional means of management. Okay. So next one, selecting the best worker for a task and training him to acquire the desired skill. So selecting and training means recruiting. Okay. സോ ഒരു ജോലിക്ക് ആവശ്യമുള്ള ഒരു ബെസ്റ്റ് വർക്കറെ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ത്രൂ എക്സാം അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് പെർഫോമൻസ് ഇത് വെച്ചായിരിക്കും സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുന്ന ആളിന് എന്തായിരിക്കും, കമ്പനിയിൽ ഇനി അയാൾ ചെയ്യാൻ പോകുന്ന ജോലിയെ പറ്റി യാതൊരു പിടിയും കാണില്ല. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യണം, ആ പുള്ളിക്ക് എന്ത് കൊടുക്കണം, വേണ്ട ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ. സോ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ എടുത്ത ആ ഒരു വർക്കറിന് ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള ആ ഒരു സ്കിൽ വർക്കർ അക്വയർ ചെയ്യും. ഓക്കെ. അങ്ങനെയാണ് അത് ഈ FW ടൈലറുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡെവലപ്പിംഗ് കോപ്പറേറ്റീവ് സ്പിരിറ്റ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. അതായത് ഒരു കമ്പനിയിലെ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ എന്താണ്, ഒരു പരസ്പര ബഹുമാനം വേണം. അതായത് മാനേജ്മെന്റ് ഒരു വഴിക്ക്, വർക്കേഴ്സ് വേറൊരു വഴിക്ക്, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്താണ്, ഉറപ്പായിട്ടും ആ കമ്പനിയിൽ പ്രൊഡക്ടിവിറ്റിയെ അത് സാരമായി ബാധിക്കും. മാത്രമല്ല ആ കമ്പനി വളരെ അടുത്ത് തന്നെ പൂട്ടിപ്പോവാനും സാധ്യതയുണ്ട്. ഓക്കെ. സോ there should be a good cooperative spirit between the management and the workers. So ഈ ഒരു ടേം, അതായത് കോപ്പറേറ്റീവ് സ്പിരിറ്റ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്, ഇതിനെ നമ്മൾ ഹാർമണി എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ഈ ഒരു സ്പിരിറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു കോപ്പറേറ്റീവ് എഫേർട്ടിനെ ഹാർമണി ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. സോ കണ്ടിന്യൂഷൻ ഓഫ് ദി കോൺട്രിബ്യൂഷൻസ്. നെക്സ്റ്റ് വൺ, he developed the functional organization in which each specialist or foreman was made in charge for each function. സോ നിങ്ങൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്നൊരു ടോപ്പിക് ഇനി വരുന്നുണ്ട്. അവിടെ ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്നതിനെ പറ്റി വിശദമായിട്ട് പഠിക്കും. സോ ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് FW ടൈലർ ആണ്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഇൻഡസ്ട്രിയെ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഇൻഡസ്ട്രിയെ പല സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും.
അതിനുശേഷം എന്ത് ചെയ്യും? ഈ ഓരോ സെക്ഷനിലും ഒരാളെ ഇൻചാർജ് ആക്കും. ഈ ഇൻചാർജ് ആക്കുന്ന ആളിനെ എന്തു പറയും? സ്പെഷ്യലിസ്റ്റുകളെന്നോ അല്ലെങ്കിൽ ഫോർമാൻ എന്നോ പറയും. ഓക്കെ. അപ്പോൾ ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പോളിടെക്നിക്കിന്റെ കാര്യം എടുക്കാം. ഏറ്റവും ടോപ്പിൽ പ്രിൻസിപ്പൽ ഉണ്ട്. ഈ പോളി എങ്ങനെയാണ് 4 സെക്ഷനായിട്ട് 4 ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഈ ഓരോ സെക്ഷനിലും ഒരു ഹെഡ് ഇല്ലേ, അല്ലെങ്കിൽ ഒരു ഇൻചാർജ് ഇല്ലേ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറേഴ്സും അതുപോലെ എന്താണ് ലാബ് സ്റ്റാഫും ആരുടെ കീഴിലായിരിക്കും? ഈ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരിക്കും. സോ the staff and as well as the lab staff, they will take orders from this head of the department. അതുപോലെ ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഓരോ സെക്ഷനിലും ഒരു സ്പെഷ്യലിസ്റ്റ് കാണും. അവരായിരിക്കും ആ ഒരു സെക്ഷന്റെ ഇൻചാർജ് എന്ന് പറയുന്നത്. അവിടെയുള്ള വർക്കേഴ്സ് എല്ലാം ഇവർ ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഫോർമാൻ പറയുന്നതായിരിക്കും അനുസരിക്കുന്നത്. Okay. Next one, he establishes work standards through time study. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്. വർക്ക് സ്റ്റാൻഡേർഡുകൾ കണ്ടുപിടിച്ചു. എങ്ങനെ? ടൈം സ്റ്റഡി. ഓരോ ജോലിയും ചെയ്യാൻ എത്ര സമയം ആവശ്യമുണ്ട് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുന്നു. അതിനുശേഷം പിന്നീടുള്ള വർക്ക് എന്ത് ചെയ്യും? നേരത്തെ നടത്തിയ ഈ ഒരു സ്റ്റഡി വെച്ച് കമ്പയർ ചെയ്യും. എന്നിട്ട് ചെക്ക് ചെയ്യും കറക്റ്റ് വേണ്ട ആവശ്യത്തിന് എന്താണ് കറക്റ്റ് സ്പീഡിൽ തന്നെയാണോ ചെയ്തു പോകുന്നത്, അതോ നമ്മൾ എന്താണ് എവിടെയെങ്കിലും എഫിഷ്യൻസിക്ക് കുറവ് സംഭവിക്കുന്നുണ്ടോ എന്ന് ഈ രീതിയിലൂടെ കണ്ടുപിടിക്കുന്നു. ഓക്കെ. ലാസ്റ്റ് വൺ, ഇൻട്രൊഡ്യൂസ്ഡ് എ വേജ് ഇൻസെന്റീവ് സ്കീം. ഇൻട്രൊഡ്യൂസ്ഡ് എ വേജ് ഇൻസെന്റീവ് സ്കീം നോൺ ആസ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇതിനെപ്പറ്റി നിങ്ങൾ ഇനി വരുന്നൊരു ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അതൊരു വേജ് ഇൻസെന്റീവ് സ്കീമാണ്. ഓക്കെ. സോ ഒരു വേജും സാലറിയും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കാം. വേജ് ആൻഡ് സാലറി. ഓക്കെ. സാലറി എന്ന് വെച്ചാൽ എന്താണ്? ഇത് രണ്ടും എന്താണ്? ഒരു ജോലി ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് ഈ രണ്ട് കാര്യവും. വേജ് അതുപോലെ തന്നെ സാലറിയും. സാലറി എന്ന് പറയുമ്പോൾ എന്താണ്? അത് മന്ത്ലി കൊടുക്കുന്ന കാര്യമാണ് ഈ സാലറി എന്ന് പറയുന്നത്. റെമ്യൂണറേഷൻ ഗീവൺ ഫോർ എ ജോബ് ഇൻ എ മന്ത്ലി ബേസിസ് ആണ് എന്ത്? സാലറി എന്ന് പറയുന്നത്. വേജ് എന്ന് പറയുന്നത് എന്താണ്? വേജ് എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താണ്? ഡെയിലി കൊടുക്കുന്നതായിരിക്കാം. ഡെയിലി കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അവർലി കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിന് കൊടുക്കുന്നതും ആയിരിക്കാം, കൊടുക്കുന്ന റെമ്യൂണറേഷനും ആയിരിക്കാം. ഓക്കെ. ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനോ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിനോ നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ, ജോലി ചെയ്തതിന് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് എന്ത് പറയുന്നത്? വേജ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത് രണ്ടുമാണ് സാലറിയും വേജും തമ്മിലുള്ള വ്യത്യാസം. ഇനി രണ്ട് ടേംസ് ഉണ്ട്, വേജും ഇൻസെന്റീവും. ഇത് തമ്മിലുള്ള വ്യത്യാസം കൂടെ നോക്കാം. വേജ് എന്ന് പറയുന്നതിന്റെ കറക്റ്റ് മലയാളം എന്താണ്? വേജ്. വേജ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്ത് പറയാം? കൂലി എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? വേതനം എന്ന് പറയാം. ഓക്കെ. വേജും ഇൻസെന്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കമ്പനിയെ കൺസിഡർ ചെയ്താൽ, ഒരു കമ്പനിയിൽ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് ഇരിക്കുക, ഉദാഹരണത്തിന് പ്ലംബർ. ഓക്കെ. ഒരു കമ്പനിയിൽ ഒരു സെക്ഷനിൽ ഒരുപാട് പ്ലംബേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പ്ലംബേഴ്സിനെല്ലാം എന്താണ്? വേജ് സെയിം ആയിരിക്കും. വേജ് എന്ന് പറയുന്നത് ദിവസത്തേക്കോ മണിക്കൂറിനോ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിനോ എത്രയെങ്കിലും രൂപയായിരിക്കും. ഈ വേജ് എന്ന് പറയുന്ന എല്ലാ പ്ലംബേഴ്സിനും എന്താണ്? സെയിം ആയിരിക്കും. ഒരേ തുക തന്നെയായിരിക്കും എല്ലാ പ്ലംബേഴ്സിനും വേജ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ. പക്ഷെ ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഈ പ്ലംബേഴ്സിനിടയിൽ തന്നെ പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കുന്നവർ കാണും, ഒരുപാട് നേരം ജോലി ചെയ്താലും തീരാത്തവർ കാണും. സോ അവർക്ക് കൊടുക്കുന്ന ഇതിനെ ബേസ് ചെയ്ത്, അതായത് പെർഫോമൻസിനെ ബേസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന അഡീഷണൽ റെമ്യൂണറേഷനെയാണ് എന്ത് പറയുന്നത്? ഇൻസെന്റീവ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ബോണസ് എന്നൊക്കെ പറയില്ലേ? ബോണസ് എന്ന് പറയുന്നത് ഇൻസെന്റീവിൽ വരുന്ന കാര്യമാണ്. അതായത് ഒരാളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് അയാൾക്ക് കൊടുക്കുന്ന അഡീഷണൽ റെമ്യൂണറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. സോ സാലറിയും വേജും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സാലറി എന്ന് പറയുന്നത് എന്താണ്? മന്ത്ലി ബേസിസിൽ കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ്. വേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡെയിലി ബേസിസിലോ അവർലി ബേസിസിലോ ഷിഫ്റ്റ് ബേസിസിലോ ഒരു വർക്കർക്ക് കൊടുക്കുന്ന എന്താണ്? റെമ്യൂണറേഷനെയാണ് വേജ് എന്ന് പറയുന്നത്. ഇനി വേജും ഇൻസെന്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേജ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിലുള്ള ഒരേ ഗ്രേഡിലുള്ള എല്ലാ വർക്കേഴ്സിനും
ഒരേ എന്താണ് സെയിം വേജ് ആയിരിക്കും. പക്ഷെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് അയാൾക്ക് കൊടുക്കുന്ന അഡീഷണൽ റെമ്യൂണറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ. And the last one, he introduced and operated various costing systems. Okay. So we are winding up today's session. Thank you all. So ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ഇതിൻ്റെ ഒരു നോട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ഇതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷനും കൂടി എനേബിൾ ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലെ ഡൗട്ട്സോ അതുപോലെ ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ അതിനെ പറ്റിയോ ഒക്കെ നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്യാം. ഓക്കെ. സോ വൺസ് അഗൈൻ താങ്ക് യു ഓൾ. സ്റ്റേ സേഫ്.